ദൈവമേ എവിടെ പോണത്? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ കേട്ടോ. ഇന്ന് ക്ലാസ്സിൽ പോകാനുള്ള ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ധൃതിയാണ്, ലേറ്റായി പോയി. ഹലോ, അപ്പോൾ ഇതാ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ ഒരു രാവിലത്തിൽ പകൽ എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഓർക്കുന്നതാണ് വീഡിയോ എടുക്കണമെന്ന്. മടി കാണണോ എന്തോ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കാറില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പം തന്നെ മണി 7:45 കഴിഞ്ഞു. ദൈവമേ എവിടെ പോണത്? ഇങ്ങോട്ട് വാ. ദേവന് അതും എഴുന്നേറ്റ് വാതിലും തുറന്നു വന്നേക്കണേ. അതും വേണമെങ്കിൽ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് എണീറ്റിട്ടുണ്ട്. സാധാരണ ഞാൻ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ആളെ എണീക്കാറ്. ഇന്നിപ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ചുമയിരിക്കും കാഴ്ച, എപ്പോഴും നല്ല ചുമയിരിക്കും. അപ്പോൾ ചുമയുള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ സംസാരിക്കാനായിട്ടൊക്കെ. അപ്പോൾ അമ്മാമ്മ എടുത്ത് പുന്നാരിച്ച് കൊഞ്ചിച്ചുകൊണ്ടിരിക്കണം കേട്ടോ രാവിലെ എണീറ്റപ്പോൾ. അമ്മാമ്മേനെ കാണുന്നതും അപ്പാപ്പനെ കാണുന്നതും എല്ലാം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ഇന്നിപ്പോൾ എണീറ്റ് വന്നു കഴിഞ്ഞാൽ മൂശാട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല മുഖത്തുനിന്ന്. അത് ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. അവനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നേരെ വാതിലും തുറന്ന് അങ്ങോട്ട് പോകും. അവിടെ പുറത്ത് അപ്പം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അപ്പാപ്പനെ കാണാൻ വേണ്ടിയാണ് ഈ പുള്ളിക്കാരൻ പോയത്. അപ്പോൾ ഞാൻ കണ്ടപ്പോഴേക്കും വേഗം വിളിച്ചുകൊണ്ട് പിന്നെ അവിടെ തന്നെ നിന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ കുറച്ച് കളിയുടെ മൂടക്കേട്ടൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അപ്പാപ്പനായിട്ട് ട്രെയിൻ കളിക്കാനായിട്ട് ട്രെയിനിൻ്റെ സാധനം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് എടുത്തുകൊണ്ടൊക്കെ വന്നായിരുന്നു. അമ്മ രാവിലത്തെ ചായ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പത്തേനും അവനാണെങ്കിൽ ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എന്നെ ഒരു ചായ കുടിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അവനാണെങ്കിൽ ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ട് ആട്ടമൊന്നും മാറിയിട്ടുമില്ല. ചായ പൊതുവെ ഈ പ്രായത്തിൽ കൊടുക്കരുതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ 1/2 ഗ്ലാസ്സൊക്കെ കൊടുക്കാറുള്ളൂ. ഇപ്പം പ്രാർത്ഥിച്ച് പോകാമല്ലോ ക്ലാസ്സിലോട്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ സുജിയും ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങണ അല്ലേ? ഇന്നെവിടെയാ? കോട്ടയം. എല്ലാവരും പോകുന്നത് ഒരേ സമയമാണെന്ന്. അപ്പോൾ എല്ലാവരും പറയാനായിട്ട് ചേട്ടൻ ഇന്ന് പോകണില്ല, ചേട്ടൻ പോകണുണ്ടായിരുന്നില്ല, ചേട്ടക്ക് നല്ലൊരു മടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മേനോട് ടാറ്റയൊക്കെ കൊടുത്തു. അമ്മയുടെ ഇത് ടാറ്റ ഞാൻ ചോദിച്ച് വാങ്ങി അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞാനും ചേട്ടയും സുജിയും കൂടിയാണ് ഇപ്പോൾ ഇറങ്ങിയത്. സുജി എന്നെ ആക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ നേരെ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ച് തിരിച്ച് പിന്നെ മാറ്റി. ചേട്ടൻ പിന്നെ വരാൻ നിൽക്കണ്ടല്ലോ, എന്തായാലും ഒരാൾ വണ്ടിക്ക് പോകണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചേട്ടനെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ചേട്ടൻ നേരെ ഹെൽമെറ്റൊക്കെ മാറ്റി വെച്ചായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൂടാതെ വേറൊരാൾ പൊക്കത്തിരുന്ന് വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ ഓർത്തില്ലായിരുന്നു. അവനാണ് ഞങ്ങളുടെ പുതിയൊരു മെമ്പർ. കുറച്ച് നാളായുള്ളൂ കേട്ടോ വന്നിട്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് ചേട്ടയും അനിയനും കൂടെ പറയുന്നുണ്ടായിരുന്നു CCTV വെക്കണ കാര്യമൊക്കെ. അപ്പോൾ ഈ കഴിഞ്ഞിടക്കാണ് ഇയാളെ വാങ്ങിച്ചത്. അപ്പോൾ അവനാണെങ്കിൽ എല്ലാം നല്ല ശരിക്കും ഒപ്പിയെടുത്തോളൂ. ഞാൻ വീഡിയോ എടുക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ഇങ്ങനത്തെ CCTV ക്യാമറാസ് എല്ലാം എടുത്തോളൂല്ലോ. അങ്ങോട്ട് നീങ്ങുന്നതും ഇങ്ങോട്ട് നീങ്ങുന്നതും അങ്ങോട്ട് അനങ്ങുന്നതും ഇങ്ങോട്ട് അനങ്ങുന്നതും എല്ലാം ഒപ്പിയെടുത്തോളൂ. നേരത്തെയൊക്കെ ബിഗ് ബോസൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഓർക്കുമായിരുന്നു, ഈ ആൾക്കാർ അങ്ങാടും ഇങ്ങോട്ടൊക്കെ നനങ്ങുമ്പോൾ ഈ ക്യാമറ ഇങ്ങനെ തന്നെ പോണേണോ, അല്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും വല്ലതും ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഭയങ്കര എന്തോ ആ സമയത്തൊന്നും ബോധമൊന്നും ഇല്ലല്ലോ. ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ മോശം ഡിറ്റക്ട് ചെയ്ത് തന്നെ അനങ്ങുന്നതാണെന്ന്. അപ്പോൾ ഇതാണ്ടോ ഞങ്ങളുടെ വഴി, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വഴിയാണ്. ഈ വഴി കൂടിയാണ് ഞങ്ങളുടെ പോക്കും വരവും ഒക്കെ സ്ഥിരം. ഈ വഴി ഇതൊരു ചെറിയ ഇടവഴിയാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ്. എന്നെ അപ്പോൾ സുജി ആക്കി കഴിഞ്ഞതാ അടുത്ത ആൾ വന്ന് കൊണ്ടുപോകാനായിട്ട്. ഇത് എൻ്റെ ആങ്ങളയാണ് കേട്ടോ, എൻ്റെ സ്വന്തം ആങ്ങള. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെയാണ്, എൻ്റെ ചേട്ടനെയും എൻ്റെ ഹസ്ബൻഡിനെയും ഞാൻ ഈ ചേട്ടൻ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ സെബാൻ്റെ കൂടെയാണ് ഞാൻ പിന്നെ എടപ്പള്ളി വരെ പോകുന്നത്. സെബാൻ എടപ്പള്ളിയിലാണ് വർക്ക്, ജോലി അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെബാൻ്റെ കൂടെയാണ് ബാക്കിയുള്ള യാത്ര മൊത്തം. വീട്ടിൽ നിന്ന് എന്നെ ചേട്ടയോ അല്ലെങ്കിൽ സുജിയോ ആരെങ്കിലും ഇങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാക്കും. അത് കഴിയുമ്പോഴേക്കും സെബാൻ അവിടെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് പിന്നെ എടപ്പള്ളി വരെ പോകും. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറയും. ചിലപ്പോഴൊക്കെ തല്ലും പിടിക്കാറുണ്ട്, രണ്ടും ഉണ്ട്. എന്നാണെങ്കിൽ കുണ്ടന്നൂരിൻ്റെ അവിടെ എത്തിയപ്പോഴേക്ക് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രാവിലെ ആണെങ്കിലും ഒരു ഉച്ച ടൈമൊക്കെ പോലത്തെ ഒരു വെയിലായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു അത്യാവശ്യം. കുണ്ടന്നൂരാണെങ്കിൽ കുണ്ടന്നൂർ പാലമാണെങ്കിൽ കുറച്ച് അത്യാവശ്യം നല്ല വലിയ പാലമാണോ, നീളം കുറേ ഉണ്ട്. അത് കഴിഞ്ഞ് ബൈപ്പാസ് റോഡിലോട്ടൊക്കെ കയറി കഴിഞ്ഞ് കുറച്ചെത്തി കഴിയുമ്പോഴേക്കും ഇതേപോലത്തെ നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം ചൂടെടുക്കില്ല. ആ പാലത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവും. ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ആകുമ്പോഴേക്കും വലിയ ചൂടും ഉണ്ടാവില്ല, കുറച്ച് തണുപ്പും ഒക്കെ ഉണ്ടാവും. ഇതാണ് ഞങ്ങളുടെ അടുത്ത സ്റ്റോപ്പ്. ആ വണ്ടി എടക്കോച്ചിൽ നിന്ന് പുറപ്പെട്ട് പിന്നെ വന്ന് നിൽക്കുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ. ഇത് സെബാൻ്റെ സൈറ്റാണ്. അങ്ങനെ ഇപ്പോൾ
സെബാൻ വർക്ക് ചെയ്യുന്ന സൈറ്റിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് വേണം എടപ്പള്ളിയിലോട്ട് പോകാനായിട്ട്. എടപ്പള്ളിയിലാണല്ലോ ഞാൻ ബസ് കയറാൻ വേണ്ടിയിരിക്കുന്നത്. ബസ് സ്റ്റോപ്പ് എടപ്പള്ളിയിൽ നിന്ന് ഞാൻ ബസ് കയറുന്നത്. അപ്പോൾ ഇപ്പോൾ സെബാൻ്റെ സൈറ്റിലെത്തിയിരിക്കുക. സെബാൻ ഇപ്പോൾ ഇവിടെ ഒരു വർക്കിൻ്റെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുക. കേട്ടോ, അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് നിൽക്കും. ഇവിടെയാണെങ്കിൽ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് എപ്പോഴും. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി ഒരു 5 മിനിറ്റൊക്കെ നിന്ന് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഇവിടെ നിന്ന് എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി തന്നെ. അവിടെ എത്തിക്കഴിഞ്ഞ് സെബാൻ നേരെ ഹെൽമെറ്റൊക്കെ വാങ്ങിച്ചിട്ട് സെബാൻ പോകും. പിന്നെ ഞാൻ അവിടെ നിന്ന് പിന്നെ ബസ് കയറി പോകും. അവിടെ നിന്നാണ് രശ്മിനെ കാണുന്നത്. രശ്മി ചെല്ലാടത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ എടപ്പള്ളിയിൽ വന്നിട്ട് ഞാനപ്പോൾ രശ്മി ഉണ്ടാവുന്ന ബസ്സിലാണ് ഞാൻ കയറാറ്. വേറെ ആരോ ബസ്സൊക്കെ വരുമെങ്കിലും ഞാൻ ആ ബസ്സിലാണ് കയറാറ്. അപ്പോൾ നമുക്കൊരു കൂട്ടുണ്ടാവുമല്ലോ. ചറവറ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഫുൾ ടൈം ഇവിടെ കൂടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഈ റോട്ടിലൊക്കെ. നല്ല തിരക്കാണ് അതുകൊണ്ട് ഇവിടെ. അങ്ങനെ സെബാൻ എന്നതാ എടപ്പള്ളി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. എടപ്പള്ളി ബസ് സ്റ്റോപ്പ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലത്തെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. സെബാൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് എടപ്പള്ളി തന്നെയാണ്. പക്ഷേ മാമംഗലോ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. അവിടെ നിന്ന് ഒരു 5 മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ ഈ ബസ് സ്റ്റോപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അയാൾക്ക് ടാറ്റപ്പയൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ തിരിച്ചു കിട്ടും. അപ്പോൾ പുണ്യാളൻ്റെ രൂപം കാണുമ്പോഴേക്കും അവിടെ പുണ്യാളനെ കണ്ടൊന്ന് മുത്തിയിട്ടൊക്കെയാണ് പിന്നെയും കണ്ട് പോരാറ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഇരിക്കും. ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നു കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ ആകുമ്പോഴായിരിക്കും രശ്മിയുടെ ബസ് വരാറ്. അപ്പോൾ ഇന്നിപ്പോൾ കയറിയപ്പോഴേക്കും എനിക്ക് സിരിക്കാനുള്ള സീറ്റൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോഴായിരുന്നു പിന്നെ സീറ്റൊക്കെ കിട്ടിയത് കേട്ടോ. ഞാനപ്പോൾ പറഞ്ഞ് അവളെ കൊണ്ട് ടാറ്റ അടിച്ചാൽ. അപ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് ആ ഒരു ചമ്മൽ പോലെ. അല്ലെങ്കിലും പുള്ളിക്കാരത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. ഒരു ചമ്മലും ഒരു നാണമൊക്കെ പോലത്തെ ചിരി എപ്പോഴും അവളുടെ മുഖത്തുണ്ടാവും. എപ്പോൾ നോക്കിയാലും എപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്താലും എപ്പോഴും അവളിങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഭയങ്കര ഒരു പോസിറ്റീവാണ്. അങ്ങനത്തെ ആ ക്ലാസ്സിലൊക്കെ എത്തി. ക്ലാസ്സിൽ ഇന്ന് പിള്ളേർ വളരെ കുറവായിരുന്നു. എല്ലാ പിള്ളേരൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ സംസാരിക്കണേൻ്റെ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഇന്നാണെങ്കിൽ വിനീത എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി, ഇത് ആ പച്ച ചെറുതായിട്ട് നിൽക്കുന്നതാണ് വിനീത ഇന്ന് പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വിനീത ഇവർ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വിനീത ഇന്ന് വന്നത് വീട്ടിൽ നിന്നായിരുന്നു. തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് വിനീത വീട്ടിൽ നിന്നാണ് വന്നത്. തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ഇടുന്നത് ലേറ്റായിട്ടായിരിക്കും. അപ്പം വിനീത വന്നപ്പോഴേക്കും നല്ല പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ കറികളുണ്ടായിരുന്നു അതിനകത്ത്. കൊടപ്പനുണ്ടായിരുന്നു, കോവക്ക ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ ചമ്മന്തി ഉണ്ടായിരുന്നു, കക്ക ഉണ്ടായിരുന്നു, പിന്നെ പാവക്ക വറുത്തതും കൊണ്ടാട്ടമുളകും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കെട്ടി പൊതിച്ചോറാക്കി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പറഞ്ഞിട്ട് എൻ്റെ വായിൽ വെള്ളം വന്നു. കുറേ നാളാണ് ഞാനിങ്ങനെ പൊതിച്ചോറ് കഴിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു 3-4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനും ആസ്വദിച്ച് 2-3 പിടിയേ കിട്ടിയുള്ളൂ. എന്നാലും ആസ്വദിച്ച് അതങ്ങോട്ട് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടത്തുന്നുണ്ട് ബസ് സ്റ്റോപ്പിലോട്ട്. അപ്പോൾ മെയിൻ റോഡും ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുമാണ് ആ റോട്ടിൽ കൂടെ പോകാനായിട്ട്. ശ്രദ്ധിച്ചൊക്കെ പോയില്ലെങ്കിൽ ബസ്സും വണ്ടിയൊക്കെ പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ എല്ലാം റെഡിയാക്കി ചോറൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചേക്കണായിരുന്നു. എനിക്കാണെങ്കിൽ ഈ കൊഴുവ തിളപ്പിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അത് സൂചി കൊഴുവ, നല്ല പച്ച കൊഴുവയായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കൂട്ടി ഇനി ഉച്ചക്കത്തെ ഊണൊക്കെ ഞാൻ കഴിക്കട്ടെ കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. ടാറ്റാ.